ക്യാഷ് കൗണ്ടർ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ ഈ പോലീസിന് ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ക്യാഷ് കൗണ്ടർ മാത്രം ലക്ഷ്യമിട്ട് വന്ന പ്രതി കൃത്യമായി ബാങ്കിനെ കുറിച്ച് വിവരമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം ഈ കൂടുതൽ സമയം ഈ ബാങ്കിൽ ചിലവഴിച്ചാൽ മറ്റു ജീവനക്കാർ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് സാധ്യതയുണ്ട്. സ്വാഭാവികമായും പിടിക്കപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതാണ് ഈ ക്യാഷ് കൗണ്ടറിൽ മാത്രം ഈ കവർച്ച നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രതി ശ്രമിച്ചതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരമുള്ളയാൾ, അല്ലെങ്കിൽ നേരത്തെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ മോഷ്ടാവിനെ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതായത് എന്തെങ്കിലും മൊഴികൾ, അതായത് കഴിഞ്ഞ ദിവസം ഒക്കെയായി ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം തോന്നുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് തന്നെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചേക്കും എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ഒരു സ്കൂട്ടറിലാണ് ഇയാൾ ഇവിടെ എത്തുന്നത്. സ്കൂട്ടറിലെത്തി വളരെ കൂളായി ഹെൽമറ്റ് ധരിച്ച് ഒരാൾ കയറി വരുന്നത്. സ്വാഭാവികമായും ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഒരാൾ എന്ന തരത്തിലായിരിക്കാം ഈ ബാങ്ക് ജീവനക്കാർ കണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇയാൾ ഒരു മോഷ്ടാവാണ് എന്ന് തങ്ങൾ കരുതിയില്ല. പെട്ടെന്ന് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തങ്ങൾ പതറിപ്പോയി എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് തങ്ങൾ പോയി. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പോലീസിന് വിവരം ധരിപ്പിക്കണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തോന്നാത്ത തരത്തിലേക്ക് തങ്ങൾ പതറിപ്പോയി. അതിനുശേഷമാണ് ഈ പ്രതി തങ്ങളോട് ഈ റൂമിൽ കയറാൻ ആവശ്യപ്പെടുന്നതും റൂമിൽ പൂട്ടിയിട്ടതും എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഈ റൂമിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടർ ലക്ഷ്യമാക്കി നീങ്ങിയ മോഷ്ടാവ് ഈ ക്യാഷ് കൗണ്ടർ തകർക്കുന്നു. അതിനുശേഷം ഈ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം കവരുകയാണ് ചെയ്തത്. പണം കവർന്ന ഈ മോഷ്ടാവ് അവിടെ നിന്ന് ഈ സ്കൂട്ടറിൽ തന്നെ മടങ്ങുകയും ചെയ്തു. അതാണ് പോലീസ് അതായത് കൃത്യമായ ഒരു പ്ലാനിങ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഈ ബാങ്കിനെ കുറിച്ച് അറിയുന്ന, ബാങ്കിനെ കുറിച്ച് ധാരണകളുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന അനുമാനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് പോലും അതാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പുറത്തു നിന്നടക്കമുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ ബാങ്കിൻ്റെയാണ്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെ, അതായത് സമീപ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കടകളുണ്ട്. സമീപത്ത് മറ്റിടങ്ങളിലെ കൂടി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്.